ഹായ്, അപ്പൊ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുന്ന എല്ലാവർക്കും എൻ്റെ വക നന്ദി. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പുതിയൊരു അറിവ് നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. നമുക്ക് അന്നേരം എന്താ ചെയ്യുന്നതെന്ന് കാണാം. പ്രത്യേകിച്ച് ഞാനിപ്പോ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ 2-3 കോഴിക്ക് നല്ല കഫക്കെട്ടും പനിയും ചൂടും ഉണ്ട്. അപ്പം അവർക്ക് മരുന്ന് കൊടുക്കുന്ന രീതിയാണ് ഞാനിപ്പം കാണിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഈ പനിയും കഫക്കെട്ടും ചൂടുമുള്ള കോഴികളെ നമ്മൾ അപ്പോഴേ കൂട്ടത്തിൽ നിന്ന് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ അടുത്തവർക്കൂടെ പകരും. ഇപ്പൊ ഇതിനെ ഞാൻ മാറ്റി. അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നമോ കുഴപ്പങ്ങളോ ഒന്നുമില്ല. ഫുഡ് കഴിക്കുന്നുണ്ട്, നല്ല സ്മാർട്ട്. അതാണ്ട് ഒരു കുഴപ്പവും അവക്കില്ലാണ്ട്. അവർക്ക് ഒരു പ്രശ്നം. ഇന്നലെ അവർക്ക് ഒരു ഡോസ് മരുന്ന് ഞങ്ങൾ കൊടുത്തായിരുന്നു. അന്നേരം പിന്നെ ഇതുപോലെ വീഡിയോ ചെയ്യുക, എല്ലാവരെയും അറിയിക്കാന്ന് വിചാരിച്ചതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. ഞാൻ അവളെ മാറ്റിയിട്ടേക്കുക. പക്ഷേ എങ്കിൽ ഇവള് കൂട്ടത്തിൽ ഇന്നലെ എല്ലാവരും കൂടെ കിടന്നതായതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും മരുന്ന് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ആ മരുന്ന് എന്താണെന്നുള്ളതും ഒരാൾക്ക് എത്ര വെച്ചാണെന്നുള്ളതും അതെങ്ങനെയാ കൊടുക്കുന്നതെന്നുള്ളതും കൂടുതലുള്ളവർക്ക് എന്ത് ചെയ്യുന്നെന്നും കുറവുള്ളവർക്ക് എങ്ങനെയാ കൊടുക്കുന്നതും എല്ലാം ഇപ്പം വീഡിയോയിൽ കൂടെ കാണിച്ചത്. ഇപ്പൊ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഫക്കെട്ടും ചൂടും പനിയുടെ അസ്വസ്ഥതയും കൂടുതലുള്ളവർക്ക് നമ്മൾ ഇഞ്ചക്ഷനാണ് ചെയ്യുന്നത്. അതവിടെ ചിറകിന്റെ ഭാഗത്തായിട്ടാണ് ചെയ്യുന്നത്. വലുതായിട്ട് ചൂടും കഫക്കെട്ടും പനിയൊന്നും ഇല്ലാത്തവർക്ക് വായിലുമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ രണ്ടിനും ഉപയോഗിക്കുന്നത് സെയിം ഒരേ മരുന്ന് തന്നെയാണ്. അപ്പം ഇവക്ക് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഇവൾക്ക് ഇഞ്ചക്ഷനാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എങ്ങനെയാ ഇഞ്ചക്ഷൻ ചെയ്യുന്നതെന്നുള്ളതും വായിൽ എങ്ങനെയാ ഒഴിച്ചു കൊടുക്കുന്നതെന്നുള്ളതും അത് കലക്കുന്ന രീതിയൊക്കെ കാണിച്ചു തരും. അപ്പൊ നമ്മുടെ മരുന്ന് വരുന്നത് ഇതാണ്: സെഫോടാക്സിൻ സോഡിയം ഇഞ്ചക്ഷൻ IP. ഇത് ടാക്സിൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ഒരു പൊടി, ഒരു പൗഡർ മാതിരിയാണ് കാണുന്നുണ്ട്. പൗഡർ ആണ് ഇത്. ഇത് നമ്മളൊരു പിഞ്ചളവ് അത് കാണിച്ചു തരാം. എന്നിട്ട് അത് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് 5 ml താഴെയായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം ഇഞ്ചക്ഷൻ ആണെങ്കിലും ഇപ്പൊ വായിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു അളവിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ അത് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിറിഞ്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇത് കണ്ടോ, നമ്മുടെ ഈ ക്യാപ്പ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഫുൾ അങ്ങ് എടുക്കാൻ പാടില്ല. ഫുൾ എടുത്തു കഴിഞ്ഞാൽ ഈ കോഴിക്ക് നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ നീഡിൽ ഫുള്ള് ചിലപ്പോൾ അവരുടെ കയ്യിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇതിന്റെ ഈ ഭാഗം, ക്യാപ്പിന്റെ മണ്ടഭാഗം നമ്മളൊന്ന് കളഞ്ഞിട്ട് ഈ ഒരു രൂപത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഇത്രയും മാത്രമേ അവരുടെ കയ്യിലോട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ഫുൾ നീഡിൽ അതിനകത്തേക്ക് പോകും. ഈ ഒരു ടെക്നിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇഞ്ചക്ഷൻ വെക്കുന്നവർക്കും കുറച്ച് എളുപ്പമായിരിക്കും. അപ്പൊ ഈ മരുന്നിന്റെ കൂടെ കിട്ടുന്ന വെള്ളമായി ഇത്. ഈ വെള്ളം നമ്മൾ എടുക്കണ്ട. നമ്മൾ തിളപ്പിച്ചാറിച്ച വെള്ളത്തിൽ ചാലിച്ചു കൊടുത്താൽ മതി. ഇത് നമ്മൾ ഉപയോഗിക്കണ്ട കേട്ടോ. നമ്മളിപ്പോ ഇത് കയ്യിലോട്ട് ഇങ്ങനെ കുടഞ്ഞിടുവാണേ. ഞാനിപ്പോ 25 കോഴിക്കാണ് മരുന്ന് കൊടുക്കുന്നത്. മറ്റവർക്ക് കുഴപ്പമില്ല, ഇവർക്ക് മാത്രം. മുട്ടയിടുന്ന കോഴിക്കാണ്. അപ്പൊ ഒരു കോഴിക്കുള്ള അളവെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ 2 വിരലുകൊണ്ട് ഇങ്ങനെ എടുക്കുന്ന പിഞ്ച് ഇതാ കണ്ടോ. ഇതാണ് ഒരു കോഴിയുടെ അളവ്. ഇപ്പൊ 2 കോഴിയുടെ അളവായി. അങ്ങനെ ഇങ്ങനെ ഓരോ പിഞ്ച് വീതം എടുത്തെടുത്ത് 25 കോഴിക്കുള്ള പൊടി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇടണം. ഇട്ടിട്ട് അതിന് അത്യാവശ്യം വേണ്ടുന്ന വെള്ളം നമ്മൾ കലക്കണം. അത് കാണിക്കാം. കോഴിക്കുള്ള മരുന്ന് കലക്കാനുള്ള വെള്ളം എടുക്കുക. ഈ ബോട്ടിലിന് 1.5 ബോട്ടിൽ വെള്ളമേ. ഇപ്പം നമ്മൾ ഈ ഒരു കുപ്പിക്കകത്ത് കൊടുക്കുന്നതിന്റെ ആണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് ആ ഒരു മരുന്ന് തീർന്നിട്ടും പിന്നെ നിങ്ങൾക്കൊരു മനസ്സിലാവാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കൊച്ചു ബോട്ടിലില് ഇപ്പം വെള്ളം ഒഴിച്ച് കാണിച്ചത്. ആ ഒരു ബോട്ടിലാകുമ്പോൾ നിങ്ങൾക്ക് ഒരു അളവ്, ഏകദേശം ഒരു അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 25 കോഴി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും പൊടി എടുത്തതും അതുപോലെ തന്നെ വെള്ളവും ചേർത്തിട്ടുള്ളത്. ഇതിപ്പം നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടെ ഈ ഒരു കൊടുക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പം ആദ്യം ഞങ്ങൾ ഫസ്റ്റ് ഇതെല്ലാം കാണിച്ചിട്ട് ലാസ്റ്റ് ഒന്നൊരു റിമൈൻഡർ ആയിട്ട് ഞങ്ങളെല്ലാം പറഞ്ഞുതരാം. പിന്നെ അതിന് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് ഒരിക്കലും. കമന്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. അപ്പൊ ഞങ്ങൾ അതനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. ഇതിപ്പോ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ കാണിച്ച കോഴിക്ക് നമ്മൾ കൊടുത്തതാണ്. ഇന്നലെ നല്ല കൂടുതലായിരുന്നു ആൾക്ക്, പക്ഷെ ഇന്ന് നല്ല കുറവുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും കൂടെ ഇഞ്ചക്ഷൻ ആകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ശരീരത്തിൽ പിടിക്കും. പിന്നെ നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാൻ നമുക്ക് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വായിലായാലും അവർക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ അറിയാവുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്.
0.5 ml താഴെയാണ് മരുന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ഇതിന്റെ ചിറകിലെ കുത്തുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ആദ്യമേ നമ്മൾ കോഴിയെ ഇങ്ങനെ മലർത്തി കിടത്തണമേ. നല്ലപോലെ മലർത്തി പിടിച്ച് കിടത്തണം. അതുപോലെ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പം ഒരു കാരണവശാലും ഞരമ്പേ കുത്തരുത്. അവരുടെ ചിറകിന്റെ ഭാഗത്തുള്ള തൊലിയേലേ കുത്താവൂ. അങ്ങനെ നമ്മൾ കുത്തി. അപ്പൊ നിങ്ങൾ ഇതുപോലെ വേണം ഇഞ്ചക്ഷൻ ചെയ്യാന്. ഇനി വായി കൊടുക്കുന്നൂടെ കാണിക്കും. കണ്ട് ഇത് കണ്ട വായി കൊടുക്കുക. ഇവർക്ക് വലിയ കുഴപ്പമില്ല, എന്നാലും കൂട്ടത്തിൽ കിടക്കുന്നത് കണ്ട് വായിൽ ഒഴിച്ചു കൊടുക്കുകയും മരുന്ന്. വലിയ കുഴപ്പമില്ലെങ്കിൽ വായിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതാ സൗകര്യം. ഇഞ്ചക്ഷൻ ആകുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വായി കൊടുക്കുമ്പോഴും സെയിം തന്നെ 0.5 ml താഴെ തന്നെ കൊടുക്കുന്നത് കേട്ടോ. വലിയ കൂടുതലുള്ളവർക്ക് മാത്രം ഇഞ്ചക്ഷൻ ചെയ്താൽ മതി, അല്ലാതുള്ളവർക്ക് വായി കൊടുത്താൽ മതി. ഇതുപോലെ ഞാൻ നേരത്തെ ഒരു മരുന്നിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, കോഴിയുടെ കാലൊക്കെ തളർന്നിട്ട് കറക്കം വരുന്ന പോലെ. ആ മരുന്നിന്റെ പേര് എൻട്രോ എന്നാണ്. അതിന്റെ ഫുൾ നെയിമോ വീഡിയോയ്ക്ക് അടിയിൽ കൊടുത്തേക്കാം. അപ്പൊ അത് കയറി കണ്ടാൽ മതി. അതുപോലെ ആഹാരത്തിന്റെ കാര്യം എന്താ കൊടുക്കുന്ന തീറ്റയുടെ 1-2 പേര് പിന്നെയും ചോദിച്ചായിരുന്നു. അവർക്ക് ഞാൻ കൊടുക്കുന്നത് ലെയർ മാഷ് സ്പെഷ്യൽ കൃഷി എന്ന കമ്പനിയുടെ ഫുഡാണ് കൊടുക്കുന്നത്. ഞാൻ വർഷങ്ങൾ കൊണ്ട് അതാ കൊടുക്കുന്നത്. പിന്നെ വേറൊരു കൊച്ചു ചോദിച്ച് വേറെ സ്പെഷ്യലായിട്ട് എന്ത് തീറ്റയാ അതിനോടൊപ്പം കൊടുക്കുന്നത്. ഇപ്പൊ പെല്ലറ്റ് എന്ന് പറയുന്ന തീറ്റി, ഒന്നീ പെല്ലറ്റ് അല്ലെങ്കിൽ ലെയർ മാഷ്. പിന്നെ ചെറിയ കോഴിക്ക് അറിയില്ല, ഇവർക്ക് ഗ്രോവർ. മുട്ട ഇടാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള കോഴിക്ക് നമ്മൾ ഗ്രോവറാ കൊടുക്കുന്നത്. മുട്ട ഇട്ട കോഴിക്ക് നമ്മൾ ലെയർ മാഷ് അല്ലെ പെല്ലറ്റ്, ഗോതമ്പ്, പോച്ച ഇതൊക്കെ കൊടുക്കാം. അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ അതുപോലെ കറക്കത്തിന് എന്ത് മരുന്നാ കൊടുക്കുന്നതെന്ന് ചോദിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. എൻട്രോ എന്ന് പറയുന്ന മരുന്നാണ്. അതിന്റെ ഫുൾ നെയിം വീഡിയോയ്ക്ക് താഴെ കൊടുത്തേക്കാം. അപ്പൊ അത് കയറി കണ്ടാൽ മതി, അപ്പൊ മനസ്സിലാവും. അതുപോലെ പിന്നെ ഒരാൾ ഇതുപോലെ കൂട് മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് എടുക്കാം. ഇപ്പൊ കൂടിന്റെ ഫുൾ വീഡിയോ ആണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇതിന് നെറ്റ് ഒന്നും കൂടെ അടിച്ചിട്ടില്ല. ഇനി അടിക്കണം, ഇല്ലെങ്കിൽ ചേരയൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, മുട്ട ഇടാൻ തുടങ്ങുമ്പോൾ ദാണ്ടെ ഈ ഏരിയയും ഈ താഴ്വശവും ചെറിയ നെറ്റ് ഇട്ട് പിന്നെ അടയ്ക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കാക്ക മുട്ട ഇടുമ്പോൾ അടിയിൽ കൂടെ കൊത്തി പൊട്ടിക്കും. പിന്നെ ഈ അടിത്തട്ടെന്ന് പറഞ്ഞാൽ 2 ലെയറാണ്. അപ്പൊ ആ അടിത്തട്ടി വന്ന് കാഷ്ടം അടിഞ്ഞു കിടക്കും. നമ്മൾ അതിനെ തട്ടി പോവാത്തത് കുറേയൊക്കെ ഈ താഴെ പോരും. ചിലതൊക്കെ അവിടെ തങ്ങിയിരിക്കുന്നതൊക്കെ തട്ടി നമ്മൾ താഴോട്ട് കളയണം. അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് കമ്പി ദ്രവിക്കും കേട്ടോ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ തവണ താഴെ കാഷ്ടം മാറുമ്പോഴും തട്ടി ആ അവിടെ തടഞ്ഞിരിക്കുന്ന കാഷ്ടമൊക്കെ എടുത്ത് കളയണം കേട്ടോ. വീഡിയോയിൽ ആദ്യം തന്നെ കോഴിക്ക് പനി, കഫക്കെട്ട്, ചൂടൊക്കെ വരുന്നതിന്റെ മരുന്ന് കൊടുത്തായിരുന്നല്ലോ. അപ്പൊ അത് വായി കൊടുത്താലും ചിറകിനടിയിൽ ഇഞ്ചക്ട് ചെയ്താലും 0.5 ml താഴെ വേണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂടും പിന്നെ കഫക്കെട്ട് കുറുകുറാന്നുള്ള ശബ്ദവും പനി ഇന്നുണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കാവൂ. അല്ല വേറെ അസുഖത്തിനൊന്നും അത് കൊടുക്കരുത്. അതിന്റെ പേര് ഒന്നുകൂടെ പിന്നെ വീഡിയോയ്ക്ക് താഴെ കൊടുത്തേക്കാം, നിങ്ങൾ കയറി നോക്കണം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒരുപാട് കുറുകുറുപ്പുള്ളവർക്ക് ഇഞ്ചക്ഷൻ ചെയ്താൽ മതി ചിറകിൽ, അല്ലാത്തവർക്ക് വായി കൊടുത്താൽ മതി കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടും പനിയും കഫക്കോളും മാത്രം ഉള്ളപ്പം കൊടുക്കുക, അല്ലാത്ത വേറെ അസുഖങ്ങൾക്കൊന്നും കൊടുക്കരുത്. നമ്മൾ നിത്യേന ഇവർക്ക് മരുന്ന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്, വൈറ്റമിനും പിന്നെ അതുപോലെ ലിവറിന് കേട് വരാതിരിക്കാനും മുട്ടയിടാനും ഒക്കെ ഉള്ളത്. അതൊക്കെ നമ്മൾ കൊടുത്താൽ ഈ കാലാവസ്ഥയില്ലേ മഴയൊക്കെ, അതുകൊണ്ടാണ് ഈ പനി ലക്ഷണം വരുന്നത്. അപ്പം നമ്മൾ ഇത് കൊടുത്താൽ അങ്ങ് മാറിക്കോളും കേട്ടോ. ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, മുട്ടയിട്ടെന്നുള്ളത് കുഴപ്പമുള്ളൂ. അതുപോലെ മുട്ടയിടാൻ താമസിക്കുന്നതിന്റെ കാര്യം ഇതുപോലെ ചോദിച്ചായിരുന്നു ഒരു ആള്. അപ്പൊ ആ മുട്ടയിടാൻ താമസിക്കുന്നെങ്കിൽ ഓസോമീൻ കൊടുത്താൽ മതി കേട്ടോ. അത് 20 ml അതുപോലെ ഒരു ബക്കറ്റ് ഒരു 10 ദിവസം അടുപ്പിച്ച് കൊടുത്താൽ മതി. ഓസോമീൻ മരുന്ന് അപ്പം മുട്ട കിട്ടുള്ളൂ. ഞാൻ ഇന്ന് ഇട്ട വീഡിയോയിൽ മരുന്നുകളുടെ കാര്യങ്ങളും ഓരോന്ന് കൊടുക്കുന്ന കാര്യങ്ങളിലും ഒക്കെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ അത് ചോദിക്കുക. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അടുത്ത ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും